വീട്ടിലും പടക്കം പൊട്ടിക്കലാണ്, ആർഭാടങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ട വാർത്തകൾ എന്തൊക്കെയാണ്? കല്യാണ വീട്ടില് കഠോരമായ ശബ്ദമുള്ള പടക്കം പൊട്ടിച്ചിട്ട് അതേ ഒരു കുട്ടിയുടെ കേൾവി വരെ നഷ്ടപ്പെട്ടു ഹോസ്പിറ്റലിലാണെന്ന് വാർത്താ മാധ്യമങ്ങൾ പറയുന്നു. വേറെ ഒരു സ്ഥലത്ത് മുളക് പൊതു വിതറുന്നു, പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോ നാട്ടുകാര് കൈകാര്യം ചെയ്യതെന്ന് പറയുന്നു. അവിടെയും ധാർമ്മികമായി നശിച്ചു പോയി. ഇനി നിങ്ങൾ കേൾക്കണമോ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇങ്ങനെ കല്യാണ വീടുകളിൽ സുബ്ഹാനല്ലാഹ് അനാചാരവും അതേ പേക്കോത്തുകളും നടക്കുമ്പോ അത് പാടില്ലെന്ന് പറയാൻ ചെങ്കോറ്റമുള്ള അതേ സന്മനസ്സുള്ള ഒരാളുമില്ലാതെയാകുന്നു. മഹല്ല് കമ്മിറ്റി അംഗീകരിക്കാത്ത കാലം, കാരണവന്മാരെ അംഗീകരിക്കാത്ത കാലം, ആലിമീങ്ങളെ അംഗീകരിക്കാത്ത കാലം, സുബ്ഹാനല്ലാഹ് എന്തിനുമേതിനും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. ഒരു നിയമങ്ങളും പറയാൻ പറ്റാത്ത കാലം. സുബ്ഹാനല്ലാഹ്, ലിബറലിസം എന്ന് പറയുന്ന ലിബറലിസം എന്ന് പറയുന്ന താണ്ഡവം അരങ്ങ് തകർക്കുന്ന കാലമല്ലേ. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എല്ലാവരും കൈമലർത്തുകയാണ്. എന്ത് ചെയ്യും? കൊലപാതകങ്ങൾ അധികരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ഇന്നലെ നിങ്ങളെ കണ്ടില്ലേ പ്രിയപ്പെട്ട മോമിനീങ്ങളെ? നിങ്ങൾ നോക്ക, ഗ്രീഷ്മ ഷാരോൺ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ സദാ ഭയങ്കരമായ പ്രണയം. ആ പ്രണയം അവസാനം കൊലപാതകത്തില് അരിഷ്ടത്തില്ലത് വിഷം കലർത്തി കൊടുക്കുകയാണ് തന്റെ പ്രാണന്, തന്റെ കാമുകന്. ആരെയാണ് ഇവിടെ വിശ്വസിക്കുക? ആരെ കൂടെയാണ് ഇവിടെ പോകുക? ആരെ കൂടെയാണ് അന്തി ഉറങ്ങുക? ആരെ കൂടെയാണ് യാത്ര ചെയ്യുക? ആർക്കാണ് ഇവിടെ ആരെയാണ് വിശ്വാസം? വാപ്പക്ക് മക്കളെ വിശ്വാസമില്ലാത്ത കാലം, മക്കൾക്ക് വാപ്പയെ വിശ്വാസമില്ലാത്ത കാലം. അല്ലാ, നിങ്ങൾ നോക്ക്, കൊലപാതകങ്ങൾ അധികരിക്കുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കൊണ്ടോട്ടിയിലെ ഒരു സഹോദരി സഹാന എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇവിടെ ആത്മഹത്യ ചെയ്തില്ലേ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, നവവധുവല്ലേ. എന്താ കാരണം? എന്താ കാരണം? കളറില്ലാത്തതിന്റെ പേരില് ഭർത്തു വീട്ടിൽ നിന്നുള്ള കുത്തുവാക്ക്, ഭർത്താവിന്റെ കുത്തുവാക്ക്, ഭർത്താവിന്റെ കുടുംബങ്ങളുടെ കുത്തുവാക്ക്, സൗന്ദര്യം അല്പം കുറഞ്ഞതിന്റെ പേരില് അല്ലാ മാനസികമായ പീഡനമേൽക്കേണ്ടി വന്നതിന്റെ പേരില് ആത്മഹത്യ ചെയ്തില്ലേ? എന്തേ കാരണം? ധർമ്മബോധം നശിച്ചുപോയി, ധർമ്മബോധം നശിച്ചുപോയി, ആത്മീയമായി തകർന്നു പോയി. അതേ അധാർമികതയിലേക്ക് മനുഷ്യൻ കോപ്പുകൊത്തി വീണുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ നിയമപാലകർ വരെ കൈമലർത്തുകയാണ്. നിങ്ങൾ നോക്കന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങള്, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മുടെ നാട് എല്ലാ സൗകര്യങ്ങളുമുള്ള നാടാണ്, എല്ലാ സന്തോഷവുമുള്ള നാടാണ്, എല്ലാ സുഖങ്ങളുമുള്ള നാടാണ്. പക്ഷേ ധാർമ്മികത അകന്നുപോയി, ധർമ്മബോധം തകർന്ന് തരിപ്പടമായി പോയി. സുബ്ഹാനല്ലാഹ്, തകർന്ന ധർമ്മബോധം, തകർന്ന ധാർമ്മികത തിരിച്ചു പിടിക്കാൻ എന്തുണ്ട്? മതവിദ്യാഭ്യാസമല്ലാതെ അതേ മതത്തിന്റെ ഓരോ മതങ്ങളും ആ മതത്തിന്റെ ആശയങ്ങളും ആചാരങ്ങളും ആ മതങ്ങളുടെ സനാതന മൂല്യങ്ങളും പഠിപ്പിക്കലല്ലാതെ
ധർമ്മബോധം വീണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. കളവും ചതിയും കൊള്ളയും കൊലയും കൊള്ളിവെപ്പും നടമാടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അരാജകത്വവും അരാജകത്വവും വക്രവും നടമാടുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷ ലോകത്ത് പ്രത്യക്ഷപ്പെടും. നിങ്ങൾ കണ്ടില്ലേ, സുഖലോലുപതയില്, പട്ടുമെത്തയില്, പണക്കാരായ പട്ടുമെത്തയില്, പറുദീസയില്, പച്ചപ്പരവതാനിയില് അല്ലാ എല്ലാ സുഖാഡംബര വിഭൂഷികയിലും ജീവിച്ച മനുഷ്യര് അല്ലാ ഞങ്ങൾക്ക് മേലെ ഇനി ഒന്നുമില്ല, ഞങ്ങൾക്ക് മേലെ ഒന്നുമില്ല. ഞങ്ങളെ നാട്ടിലേക്ക്, വൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു കൊതുക് കടന്നാൽ, ഒരു ഈച്ച കടന്നാൽ പെന്റഗൺ ഞങ്ങൾക്ക് അത് അറിവ് തരുന്നു, മെസ്സേജ് തരുന്നു. ഞങ്ങളെക്കാൾ വലിയവര് ലോകത്തില്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ വലിയേട്ടന്മാര്, ഞങ്ങളാണ് ലോകം അടക്കി ഭരിക്കുന്നവർ, ഞങ്ങളെക്കാൾ വലിയവര് ലോകത്തില്ല. ഞങ്ങൾ പറയുന്നവരല്ല, ഞങ്ങൾ പറയുന്നത് എല്ലാവരും കേട്ടുകൊള്ളണോ എന്ന് പറഞ്ഞ, എന്ന് അഹങ്കരിച്ച, എന്ന് ആദ്യത്തരത്തോടെ പറഞ്ഞ് വീമ്പിളക്കിയ നാട് അത് അമേരിക്കയില്. ഒരു പ്രദേശം മൊത്തം കത്തിച്ചാമ്പലായെങ്കില് കോടി ഡോളറുകള് അവർക്ക് നഷ്ടം വന്നെങ്കില്, ഒരുപാട് ആളുകൾ മരിച്ചു പോയെങ്കില്, ഒരുപാട് കെട്ടിടങ്ങൾ നിലംപരിശായെങ്കില്, VIP-കളും അതേ ബോളിവുഡ് താരങ്ങളും താമസിച്ച ഏരിയകളിൽ അതാ ഇന്ന് എവിടെ പോയി കൈമലർത്തുന്നു അഹങ്കാരങ്ങളും അക്രമങ്ങളും അനാചാരങ്ങളും പേക്കോത്തുകളും നാട്ടിലധികരിക്കുമ്പോൾ, അതേ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ ദൈവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ ഇടപെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അവിടുന്ന് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടര്, ഖാലു അവര് പറയാണ്, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, സുമ്മസ്തഖാമു, അവര് അതാ അല്ലാഹുവിൽ ലയിക്കുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് വാദ ചെയ്ത സ്വർഗമുണ്ടെന്ന് പറയുമെന്ന് അവരുടെ അവസാന ഘട്ടത്തിൽ അവരോട് സുവിശേഷം അറിയിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അല്ലാഹു തആല പറയാണ്, യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ വിശ്വസിച്ചവർ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിച്ചവർ, വയഅ്മുറൂന ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിച്ചവർ, വയൻഹൗന അനിൽ മുൻകരി, ചീത്ത കാര്യങ്ങളെ തൊട്ട് വെടിഞ്ഞു നിന്നവർ, തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ പിന്തിരിപ്പിച്ചവർ, തെറ്റായ കാര്യങ്ങളിലേക്ക് പോകല്ല എന്ന് പറഞ്ഞവർ, വയസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് വളരാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ, ഉലൈക മിനസ് സ്വാലിഹീൻ, അക്കൂട്ടർ സജ്ജനങ്ങളുടെ പട്ടികയിലാണ്, നല്ലവരുടെ പട്ടികയിലാണ്, നല്ലവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. അല്ലാഹു തആല പറയാണ്, മല്ലൻ യർള ബിഖളാഇ വലം യസ്കുർ അലാ നിഅമാഹി, മന്നൊരുത്തൻ ലം യർള ബിഖളാഇ, സുബ്ഹാനല്ലാഹ്, എൻ്റെ വിധിയിൽ ഒരാൾ തൃപ്തനായില്ലെങ്കിൽ,
വലം യശ്കുറു അലാ നിഅമായി, ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയും ചെയ്തിട്ടില്ലെങ്കിൽ ഫൽയത്ലുബ് റബ്ബൻ സിവാഇ, അവന് റബ്ബായി വേറൊരാളെ നോക്കിക്കൊള്ളട്ടെ. എന്നെ റബ്ബായി നോക്കണ്ട, എന്നെ അവൻ അംഗീകരിക്കണ്ട, എന്റെ ഒരു അനുഗ്രഹം അവന് പ്രതീക്ഷിക്കണ്ട, എന്റെ ഒരു സഹായവും അവൻ പ്രതീക്ഷിക്കണ്ട. അല്ലാഹു തആല കുറെ അനുഗ്രഹങ്ങൾ കൊടുത്തു, അതിനൊക്കെ വിസ്മരിച്ചു. അല്ലാഹു തആല കൊടുത്ത കലാ, ആ കലായിൽ അവൻ അതാ തൃപ്തിപ്പെടാതെ എന്തൊരു പഠിച്ചവനാണ്, ഞാനിങ്ങനെ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പൊലിക്കുണ്ടല്ലോ, ദിക്റിലുണ്ടല്ലോ, എന്നിട്ടും എനിക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ആണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അല്ലാഹു പറയാൻ ഞങ്ങളുടെ ആളുകൾ ഒരുപാട് നിസ്കാരങ്ങളും ഒരുപാട് സലാത്തുകളും ദിക്റുകളും ഒക്കെ ചെല്ലും, എന്നിട്ടും പ്രയാസമാണ് ഉസ്താദേ, പ്രശ്നങ്ങളാണ് ഉസ്താദേ എന്നൊക്കെ ചിലർ ചിന്തിച്ചു പോകാറുണ്ട്, പറഞ്ഞു പോകാറുണ്ട്. ആ ഖലായിൽ വല്ലൊരുത്തനും അത് എന്റെ ഖലാ ആണ്, ആ ഖലായിൽ ഒരുത്തനും അതാ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവൻ എന്നെ റബ്ബായി അംഗീകരിക്കണ്ട, അവൻ എന്റെ അരികത്തേക്ക് നദാ നിഅമത്തിന് വരണ്ട. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായിട്ട് പറയുന്നു. എന്താ പറഞ്ഞതെന്നറിയുമോ? ഇവിടെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പലരും ആത്മഹത്യകൾ ചെയ്യുന്നു, കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു, എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികമാണ്. സുബ്ഹാനല്ലാഹ്, സമ്പത്താണ്, സമ്പത്താണ്, സമ്പത്താണ്. രണ്ട് കുട്ടികൾ, ഒരു ഭാര്യ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു കുട്ടി, ഇവർക്ക് താമസിക്കാൻ 10 ആളുകൾക്ക് താമസിക്കാനുള്ള വീടുണ്ടാക്കുന്നു. ആ വീട്ടിൽ ഒരൊറ്റ റൂം മാത്രമാണ് ഉപയോഗമുള്ളത്, ബാക്കിയുള്ള റൂം മുഴുവനും അടച്ചിടുകയാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് എത്രക്കാണ്? 20 ലക്ഷത്തിന്. ആ ലക്ഷത്തിന്റെ ലോൺ എടുത്തുണ്ടാക്കിയ വീട് സുബ്ഹാനല്ലാഹ് ഒരു റൂം ഒഴിച്ച് ബാക്കിയുള്ള റൂമുകൾ മുഴുവനും അടച്ചിടുന്നു, ഉപയോഗമില്ല. എന്തിനാ വീടുണ്ടാക്കിയത്? അപ്പുറത്ത് അയൽവാസി ഇതിനേക്കാൾ വലിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, നമ്മളും അതുപോലെ വീടുണ്ടാക്കിയില്ലെങ്കിൽ നമുക്കും നാണമാണ്, ലജ്ജയാണ്. പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു, ഭർത്താവ് അതാ ഭർത്താവ് പറയുകയാണ് എന്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോഴാ പറയുന്നത് ബാങ്കിൽ ലോണ് കിട്ടും, ലോൺ എടുക്കുന്നു. ഈ ലോൺ എടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇവളുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കുന്നു, എന്നിട്ട് മാസത്തിന് പലിശ, ഈ പലിശ കൊണ്ടുപോയി അടക്കുന്നു. അല്ലാ അല്ലാ, അപ്പോഴാണ് അവിടുന്ന് ഒരു കാർ എടുത്തിരിക്കുന്നു, നമുക്കും ഒരു കാർ എടുക്കണം. അപ്പോഴാണ് കാർ എടുക്കാൻ വേണ്ടി ആവേശവും തിടുക്കവും. അതേ കാറിന്റെ ഷോറൂമിൽ നിന്ന് വിളിയാണ്, വിളിയോട് വിളിയാണ്. എങ്ങനെയെങ്കിലും ഒരു കാർ ഇവരെ കൊണ്ട് എടുപ്പിക്കണം. മാസത്തിന് 10,000 15,000 അടവാണ്. വരുമാനം എത്രയാണ് മാസത്തില്? 5,000 വരുമാനമുള്ള ഒരാള് 10,000 എങ്ങനെ അടക്കും? ചെലവ് കഴിയണം, കറണ്ട് ബില്ല് അടക്കണം. സുബ്ഹാനല്ലാഹ്, എടുത്ത് കുടുങ്ങുന്നു, അടവ് തെറ്റുന്നു, പലിശക്ക് പലിശ വരുന്നു, അവസാനം വീട് ജപ്തി ചെയ്യാൻ വരുന്നു. സുബ്ഹാനല്ലാഹ്, മകളുടെ കല്യാണം അല്ലെങ്കിൽ മകന്റെ കല്യാണം നടത്തുന്നു. അപ്പോഴാ പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ മകന്റെ കല്യാണത്തിന് 3 ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു, 3 തരം ഫുഡ് ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, കയറി വരുമ്പോൾ തന്നെ ഇഷ്ടമുള്ള സുധാ ജ്യൂസ്, അസീർ കുടിക്കാനുള്ളത് ഇഷ്ടമുള്ളത്, പോകുമ്പോൾ അതാ നല്ല
നല്ല കാപ്പിയും ഫ്രൂട്ടുകളുമുണ്ട്. നമ്മളും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ക്ഷമകേടാണ്, നമുക്കും അതാ മോശമാണെന്ന് വീട്ടുകാര് പറയുന്നു. ഈ സാധുവായ മനുഷ്യന് അതിൽ പെട്ടുപോകുന്നു. ഈ സാധുവായ മനുഷ്യന്റെ വരുമാനം എത്രയാ? മാസത്തിലൊരു 10-15 രൂപ വരുമാനമാണ്. ആ വരുമാനത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെല്ലാം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടുന്നും ഇവിടുന്നും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കടം വാങ്ങുന്നു. ഈ കടം വാങ്ങിയിട്ട് കല്യാണം നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. വീട്ടുകാർക്കുണ്ടോ സാമ്പത്തികം നോക്കല്? സാമ്പത്തികത്തിന്റെ പ്രശ്നം അവർക്കില്ല. അപ്പുറത്തെ വീട്ടിൽ എന്തെല്ലാമാണോ നടന്നത്, ആ കുടുംബക്കാരന്റെ വീട്ടിൽ എന്തെല്ലാമാണോ നടന്നത്, അത് മുഴുവനും ഇവിടെ നടക്കണം, അത് മുഴുവനും ഇവിടെ അതാ ഉണ്ടാകണമെന്ന സാധ്യമാണ്. സുബ്ഹാനല്ലാഹ്. അതേ, ഈ മനുഷ്യനതാ കല്യാണം കഴിഞ്ഞ് കുടുങ്ങിപ്പോകുന്നു. ആളുകൾ വരാൻ തുടങ്ങുന്നു. ഫർണിച്ചറിന്റെ പീടികയിൽ നിന്ന്, പന്തലിന്റെ പീടികയിൽ നിന്ന് അതേ ഭക്ഷണം ഉണ്ടാക്കിയ പാചകക്കാരൻ വരുന്നു. കൊടുക്കാനൊന്നുമില്ല. എല്ലാവരോടും അതാ പറയുന്നു. ഞാൻ 4 ദിവസം മുമ്പ് അതാ എന്റെ ജോലി സ്ഥലത്തേക്ക് വരുമ്പോ ബസ്സിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുകയാണ്. ഒരു ഉസ്താദിനെ പരിചയപ്പെടുകയാണ്. ഉസ്താദ് പറയാണ്, ഉസ്താദെ ദുആ ചെയ്യണം, 2-3 ലക്ഷം രൂപ കടമുണ്ട്. എന്തിനാ ഉസ്താദെ കടം വന്നത്? മകന്റെ കല്യാണം കഴിച്ചതിന്റെ പേരിലാ. അല്ല 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 അല്ല. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങള്, ഇത് കേൾക്കുന്നവരോട് പറയട്ടെ, അപ്പുറത്ത് കൊടുത്തത്, അതേ കുടുംബത്തിൽ കൊടുത്തത്, നാട്ടുകാര് കൊടുത്തത് നമ്മൾ നോക്കണ്ട. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ അതാ സാമ്പത്തിക പുരോഗതി, നമ്മുടെ അതാ വരുമാനത്തിന്റെ തോതനുസരിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം, വരുമാനത്തിന്റെ തോതനുസരിച്ച് വെള്ളം കൊടുക്കണം. കടം വാങ്ങിയിട്ട് അതേ ഭക്ഷണം കൊടുക്കണമെന്നൊരാളും പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറയുകയാണ്, അബൂദർ ഗിഫാരി തങ്ങൾ പറയുകയാണ്, എന്നോട് പറഞ്ഞ 7 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? ബിഹബ്ബിൽ മസാഖീൻ. അതേ, സാധുക്കളെ പ്രിയം വെക്കണോ? സുബ്ഹാനല്ലാഹ്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, റമളാനാണല്ലോ വരുന്നത്.